ഹലോ, നമസ്കാരം. ഞങ്ങൾ മൈസൂർ പാലസിന്റെ ഫ്രണ്ടിലാണുള്ളത്. ഫാമിലി ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അംബാരി ബസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഡബിൾ ഡെക്കർ ടൂറിസ്റ്റ് ബസ് മൈസൂർ ചുറ്റും കാണിക്കുന്നത്. അപ്പൊ അവിടെ ബസ്സിൽ മേലെ നിന്നിട്ട് കംപ്ലീറ്റ് യാത്ര ചെയ്യുന്നൊരു ചെറിയൊരു ട്രിപ്പാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്, ബസ്സിന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാം. ഈ അംബാരി ഡബിൾ ഡെക്കർ ബസ് പാലസിന്റെ ടിക്കറ്റ് കൊടുക്കുന്ന വരാഹ ഗ്രൗണ്ട് ഉണ്ട്, അതിന്റെ ജസ്റ്റ് ഫ്രണ്ടിലാണ് നിർത്തിയിരുന്നത്. എപ്പോഴും ദസറ ആയിക്കഴിഞ്ഞാൽ അത് അപ്പുറത്തേക്ക് പോകും. ഒരു മയൂര ഹോട്ടലുണ്ട്, KSTDCന്റെ തന്നെ, ഗവൺമെന്റിന്റെ. അവിടെ ബുക്കിംഗ് ഉണ്ടാവുള്ളൂ. ഇതാണ്, ഈ കാണുന്നതാണ് അംബാരി ഡബിൾ ഡെക്കർ ബസ്. മൈസൂർ ടൂറിസം KSTDCന്റെ കീഴിലുള്ളതാണ്. താഴെ ഇരിക്കുന്നതിന് 250 എയർ കണ്ടീഷനാണ്. മുകളിൽ ഡബിൾ ഡെക്കറിന്റെ മേലെ ഓപ്പൺ എയറിൽ ഇരിക്കുന്നതിന് പ്രൈസ് സെയിം ആണ്. അപ്പൊ ഞങ്ങൾ 10 പേരുണ്ട്. 10 പേരെ മാത്രമായിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് നമ്മളെ ഡബിൾ ഡെക്കർ അംബാരി ബസ്സിന്റെ ഡ്രൈവർ. യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് മലയാളിയാണെന്ന് മനസ്സിലായത്. എവിടെ നിങ്ങളുടെ നാട്? ബാവലി. ഓക്കെ, അത് മാനന്തവാടി റോഡ്. ഓക്കെ. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രദറ് ഫാമിലി എല്ലാം കൂടെയാണുള്ളത്. അപ്പം അംബാരി ബസ്സിലുള്ള യാത്രയാണ്. അപ്പൊ എല്ലാരും കൂടെ കേറുന്നുണ്ട്. ഞങ്ങൾ കേറിയിട്ട് മുകളിലേക്ക് പോവാല്ലേ? ഇതാണ് താഴത്തെ ഫ്ലോറിലെ സീറ്റ്. നമ്മൾ മേലെ പോകുന്നത് മേലോട്ടാണ്, ടോപ്പില്. അവിടെയാണ് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് മേലാണുള്ളത്, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പാലസ്. ഇതാണ് ഇവരെ ബസ്സിന്റെ ടിക്കറ്റ്. ഡബിൾ ഡെക്കറിന്റെ ബസ് 250 റുപ്യ പെർ പേഴ്സണ്. ഗൺ ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റോപ്പിലെത്തിയത്. അടിപൊളി ഒരു യാത്രയാണ്. മൈസൂർ സിറ്റി ഫുള്ളായിട്ട് ബസ്സിന്റെ മേലെ കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. മൈസൂർ വന്നവരൊക്കെ പല പേരും ഇത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ ഫാമിലിയൊക്കെ ആണ് ബാക്കിൽ കയറി. പുതിയ അല്ലാത്ത ആൾക്കാർ ചിലവർ കയറിയിട്ടുണ്ട്. ടോട്ടലി കാലിയാണ്. അപ്പൊ സീസൺ അല്ല, അതുകൊണ്ടാണ്. ആ കാണുന്നതാണ് എക്സിബിഷൻ സെന്റർ, പെർമനന്റ് എക്സിബിഷൻ സെന്റർ. The gate in the eastern direction of the Ambavilasa Palace is called the Jayamartanda Gate. മാർത്താണ്ഡ ഗേറ്റ് പറയുന്ന പാലസിന്റെ ഫ്രണ്ടിൽ കൂടെ elephants taking part in the Dasara Jambu Savari procession. Circle, Mandala Pravasitana, Hardin Circle, or Jayachamara Circle. Mysore is also famous for its grand circles. The Hardin Circle was erected in 1913 to commemorate the visit of Lord Hardinge.
ഹാർഡിംഗ് സർക്കിൾ എന്നാണ് പറയാം. The circle is also called as outer next tourist attraction, Chamarajendra Circle. Chamarajendra Circle. Chamarajendra Circle. The statue stands beneath the canopy covered in gold. The gold dome and beautifully carved brackets that ഒരു are പാലസിന്റെ വേറൊരു ഗേറ്റ് ആണ് ഫ്രണ്ടിൽ കാണുന്ന അമ്പലങ്ങളുടെ പാർക്കിംഗ് പ്ലേസ് ആണ്. സ്ഥിരമായിട്ടുള്ള ഈ ആവുകൾ ഇവിടെ. ഈ കാണുന്നതാണ് സിറ്റി ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ. Next tourist attraction, KR Circle. KR Circle. Stands here on a VVR high Inox pedestal Garuda and was sculpted by the renowned sculptor R.P. Kamath. This statue was unveiled by Saran Vishweshwaraya in 1952. ഇതാണ് KR സർക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് താഴത്തെ കിട്ടിയിരുന്നാലോ ശരി വ്യൂ കാണാൻ മൈസൂർ സിറ്റീനെ ഏകദേശം ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഒപ്പിയെടുക്കാൻ കാണുന്നതാണ് ദേവരാജ മാർക്കറ്റ്. ദേവരാജ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പൊ പോകുന്നത് ഒരു പഴയ ഓൾഡ് മാർക്കറ്റ്, രാജാവിന്റെ കാലത്തുള്ള മാർക്കറ്റാണ്. നേരെ പോയി കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡ്. Passing through. ഇവിടെ മൈസൂർ നമ്മൾ മൊത്തം ബസ്സിൽ പോകുകയാണ്. നമ്മള് എല്ലാ സ്ഥലവും കാണാനാണ്. നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണുള്ളത്. ഇപ്പൊ പെട്രോൾ പമ്പാണ് മൈസൂരിന്റെ. ആള് വളരെ കുറവാ, പക്ഷെ നല്ല അടിപൊളി ഒരു ട്രിപ്പാണ്. ഈസി ആയിട്ട് കംപ്ലീറ്റ് മൈസൂർ ചുറ്റും സറൗണ്ടിങ് ഫുള്ള് കാണാൻ പറ്റും. ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഉണ്ടാവും. ആ അതല്ലേ, ഞാൻ മറന്നോന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ അപ്പുറത്ത് പോയി പിടിച്ചു. പരിചയപ്പെട്. ഹലോ ഗൈസ്, എന്റെ പേരാണ് മെഹറിൻ. Mysore product of Mysore is sandalwood. The government owns Mysore Sandalwood Oil Factory situated here, manufacturing sandal soaps which are all sought after.
അപ്പൊ correct ആക്കിയില്ല. to inform you that the Reserve Bank of ഹലോ ഗൈസ്, ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. the orders are hard to start now. നമ്മൾ മൈസൂർ പാലസ് കഴിഞ്ഞിരിക്കുന്നു. Have the distinction പാലസ് കഴിഞ്ഞിട്ട് കുറെ സമയം ഇത് ഹൈവേ city in India. പാലസ് കഴിഞ്ഞ് എത്രയോ സമയമായി. Troops and tableaus accompanying other elephants who proceed to Bangamataka മോർണിംഗ് വരാണ് ഇതിനായിട്ട് നല്ല വകുപ്പാണ് ഗൈസ്. With this breathtaking display of fireworks at Bangamataka. മൈസൂർ പാലസിന്റെ ബാക്കിലായിട്ടൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. മൈസൂർ പാലസ് മസ്റ്റ് ആയിട്ട് മൈസൂർ വരുമ്പോൾ ട്രൈ ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ഫൗണ്ടൈൻ കണ്ടി ഹലോ അത് ഇതാണ് ബാംബു ബസാർ. പാപ്പു മസാല പറഞ്ഞ സ്പേസ് ആണത്. ഇവിടെ എത്രയോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡേക്കാണ്. അഗ്രഹാര കുതിരന്റെ സങ്കേതം. ഇതാണ് ആയുർവേദ ഹോസ്പിറ്റൽ. ആയുർവേദ ഹോസ്പിറ്റൽ. ആയുർവേദ ഹോസ്പിറ്റൽ ഈസ് എല്ലാവിധ ഷോപ്സിലെ ഈ കാണുന്നതാണ് കെആർ ഹോസ്പിറ്റൽ എന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. ആ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റാർട്ട് ആവുന്നത്. റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. അവിടെ Next tourist attraction, Railway Museum. Railway Museum. The Railway Museum was established in 1979 on the Krishnarajasagar Road, very close to the main railway station of Mysore by the Indian Railways. This is the second museum after the one in Delhi. The museum has an outdoor exhibit of vintage locomotives. The rare photographs and paintings in the gallery depict the growth of the Indian Railways. The important exhibits in the museum are the first ever locomotive to be commissioned in the Indian Railways, an Austin motor car, two royal coaches that belong to attraction for children. KSTVC. PMC Dum-Dums Thank you for giving us the opportunity to have സ്പോട്ട് ആണ് കേട്ടോ. We would deeply appreciate your valuables before you disembark. ഇപ്പൊ Please share your valuable comments through Facebook, Twitter, and Instagram. സാധാരണ ഇവിടെയാണ് ഇത് അമ്പാനി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. മയൂര ഹോട്ടൽ, മയൂര ഹോയസാല. ഇതാണ് മെട്രോപോളെ ഹോട്ടൽ. ഇതിന്റെ പേരിലാണ് ഈ സർക്കിൾ അറിയപ്പെടുന്നത്. രണ്ടു പോയതാണ് മൈസൂർ വന്നിട്ട് മൈസൂർ പാലസും മൈസൂരിലെ ബസ്സും മൈസൂർ മസ്റ്റ് ട്രൈ മസ്റ്റ്. Is the DC office. The foundation stone for the building was laid on 20th June 1887 and inaugurated in 1895. The building was also known as the Atara Kachari, as 18 departments of the Maharaja's government were housed here. At present,
The building houses the office of the Deputy Commissioner of Mysore. The whole area is called as Gordon Park, named after James Gordon, the last British Commissioner of Mysore, and the guardian of the then Maharaja, Chamarajawadi the 10th. ഗൈസ് ഇങ്ങോട്ട് വരുമ്പോ The പുളിയൊക്കെ statue of കാണും. James Gordon is installed just opposite the DC office. DC office. എക്സിബിഷൻ ഗ്രൗണ്ട് ആയത്. ഇവിടെ ഒരു സ്റ്റോറേജ് പാർക്ക് ഉണ്ട്. എക്സിബിഷൻ അതാണ് ഇപ്പൊ കാണിക്കുന്നത്. Next tourist attraction, Crawford Hall. Crawford Hall. ഇപ്പൊ ഇവിടെ അടിപൊളി സ്പേസ് ആണ്. Mysore houses the administrative department of the ഇവിടെ Mysore ഫൗണ്ടൈൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ കിങ്. Chancellor. The university was founded by the Maharaja, ഫൗണ്ടൈൻ ഒക്കെ അടിപൊളിയാണ് guys. Sir M. Vishweshwaraya. പിന്നെ ഇവിടെ വരുന്നത് ഒരു ഗ്രൗണ്ട്. 1916. This iconic building was built in the year 1947 at a cost of 1.2 million rupees. Yes. Next tourist attraction, Oriental Research Institute. Nilvarama Pravasitana, Oriental Research Institute. The Golden Jubilee Hall was built by the Maharaja, Chamarajawadi X in 1887 to commemorate the Golden Jubilee of Queen Victoria's accession to the throne 116. Dr. R. Shama Shastri, a well-known Sanskrit scholar, discovered here a copy of the Arthashastra, an ancient Indian treatise on statecraft, economic policy, and military strategy written by the legendary Chanakya himself. Dr. Shama Hello. Shastri transcribed, edited, and published the Sanskrit edition of the Arthashastra in 1909. This Mysore masala dosa, Mysore Mysore is famous. and Mysore Park. Mysore Park also famous. Every place in Mysore is very famous. We are loving it. ഇതാണ് ഇവിടെ കുറെ വയറുണ്ട്. ബെഡ്ഷീറ്റുകള് ടയറുകളൊക്കെ ഹോൾസെയിൽ വിൽക്കുന്ന സ്ഥലം. The world famous yoga gurus, Dr. Ayar and Pattabhi Jois, and many others too, have passed out of this Pathshala. The chanting of the Vedas and other religious hymns reverberate around the halls of the hallowed place. അങ്ങനെ തോന്നുന്നു നേരത്തെ ഇവിടെ അങ്ങോട്ട് പോയപ്പോഴാണ് അഞ്ചൊക്കെ കഴിഞ്ഞാണോ ചോദിച്ചോക്കെ. അല്ല ഇപ്പൊ ചോദിച്ചോക്കെ. ചോദിക്കാം ആര്യോട് ചോദിക്കാം. ആര്യാണ് ചോദിക്കും. Opposite the Amba Vilasa Palace is the building which is used as the administrative building for public offices. Next tourist attraction, Palace South Gate. Nilvarama Pravasitana, Palace South Gate. The Amba Vilasa Palace is the most elegant edifice of Mysore. Incarnations അപ്പൊ of ഏകദേശം Lord പരിപാടി Vishnu. കഴിഞ്ഞിട്ട് എല്ലാവരും In the ഇറങ്ങാൻ central പോവാണ്. panel placed the Hindu trinity of Brahma, Vishnu and Maheshwara. They're surrounded by 12 signs of the zodiac. The palace comes alive magically from Monday to Saturday for 5 minutes, from 7:40 in the evening to 7:45, with 100,000 നമ്മളിപ്പോ പുറത്ത് പോവാണ്. lighting it and leaving you completely mesmerized. സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ചാനൽക്കും. Actually carried in and what നല്ല രസമല്ലേ?
അപ്പൊ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ വീണ്. ഇനി എന്തേ? ആ പിടിച്ചൊരു മിനിറ്റ് ഇപ്പൊ വാ.